ഫേസ് ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമുക്ക് ഒരു മുഖത്തിനൊരു ഒരു തുടിപ്പ് വരും. നമുക്ക് മുഖത്തെ ചുളിവുകളൊക്കെ മാറി നല്ല ഭംഗിയാവും മുഖം. അതാണ് നമ്മൾ ഫേസ് ലിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡെന്റിസ്ട്രിയിൽ നമ്മൾ എങ്ങനെയാണ് ഫേസ് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമുക്ക് പല്ലുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, വായിലുള്ള പല്ലുകളൊക്കെ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പല്ലുകൾക്ക് തേയ്മാനം സംഭവിച്ച് പല്ലുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുഖം ചുരുങ്ങും. നമുക്ക് ബേസിക്കലി ഈ ചിത്രത്തിൽ കാണുന്ന പോലെ മൂക്കിന്റെ അടിഭാഗത്ത് നിന്ന് നമ്മൾ ചിൻ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഈ ഡിസ്റ്റൻസ് മൂക്കിന്റെ അടിഭാഗത്ത് നിന്ന് ചിന്റെ അടിഭാഗം വരെയുള്ള ഡിസ്റ്റൻസ് പലപ്പോഴും പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ പല്ലുകൾക്ക് തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാലോ ഇതങ്ങ് ചുരുങ്ങും. ചുരുങ്ങി കഴിയുന്നതോടുകൂടി മുഖം അങ്ങോട്ട് കൊളാപ്സ് ചെയ്ത പോലെയാവും. ഇതിനെയാണ് നമ്മൾ ഫേഷ്യൽ കൊളാപ്സ് എന്ന് പറയുക. ഈ കൊളാപ്സ്